അല്ല ഞങ്ങള് കാർഡില് നോക്കിയപ്പോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു, കാർഡ് വാങ്ങിയിട്ട് പോസിറ്റീവ് ആണ്. 2 വരെ വന്നു. ഓ ശരി ശരി, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ശരി ശരി. എന്താണ് കുട്ടിയുടെ പേര്? ആൺകുട്ടിയാണെങ്കിൽ സന്ദീപ് എന്നും പെൺകുട്ടിയാണെങ്കിൽ സംഗീത എന്നും ഇട്ടാന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് കുട്ടി ഉണ്ടായിട്ടില്ല നമുക്ക്. ഈ കുട്ടിയുടെ പേരെന്താണ്? മണ്ടോദരി. മണ്ടോദരി. ഓ ശരി. എന്താ അപ്പോ വോമിറ്റിംഗ് ടെൻഡൻസി വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. മസാല ദോശത്തിനുള്ളൊരു കൊതി അങ്ങനെയൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, നമ്മൾ മേടിച്ചു കൊടുത്താൽ തീരാവുന്ന. ഇവിടുത്തെ ക്യാൻറ്റീനിൽ പോയി മേടിച്ചു കൊടുത്തു. ശരി ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ എന്താണ്, ശ്വാസം മുട്ടലുണ്ടോ നിങ്ങൾക്ക്? ശ്വാസം മുട്ട് ഈ ആശുപത്രിയിലോട്ട് കയറി വന്നപ്പോൾ ചെറിയ ശ്വാസം മുട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായി. തന്റെ ശ്വാസം മുട്ട് അവിടെ കിടക്കട്ടെ, ഈ കുട്ടിക്ക് ശ്വാസം മുട്ടുണ്ടോ എന്നാ ചോദിക്കണത്. എനിക്ക് പനി വരുമ്പോ ഇടയ്ക്ക് തണുപ്പ് കാലത്തൊക്കെ ശ്വാസം മുട്ടൽ ഇടയ്ക്ക് വരാറുണ്ട്. അതെ, പ്രശ്നമുള്ളോ? പിന്നെ നമ്മളിങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോഴേ കുറെ നേരം ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ നടുവിനൊരു വേന ഉണ്ടോ? അത് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഉണ്ട്. പ്രശ്നമാണല്ലോ. ശരി, ആ കണ്ണൊന്ന് കാണിക്കും. കാക്കുന്നിട്ട് ചെവിന്ന് കാണിക്കും. ആ കുഴപ്പമില്ല. ചെവിയിൽ എന്താണ്? അതെ ഞാൻ കാതിൽ കിടക്കുന്നത് ഗോൾഡ് അല്ലേ അത്? നല്ലതാണ്. കഴുത്തിനും കാതിലൊക്കെ ഉള്ളതേ നല്ല ചെലവ് വരണല്ലേ. നിങ്ങൾക്ക് പോയി കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രശ്നമാണ്. എന്തായാലും കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരുന്നുള്ളൂ കേട്ടോളി. ESR, HIV, HbT3 ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ CT സ്കാൻ ഒന്ന് എടുക്കുക. അതെ, CT സ്കാൻ ഇപ്പൊ നമുക്ക് അത് നോക്കട്ടെ. CT സ്കാൻ എടുത്തിട്ട് അങ്ങനെ നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് MRI എടുത്തിട്ടേ അത് കാര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കാം കേട്ടോളി. പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? MRI എടുക്കുന്ന ഒരു പ്രശ്നമല്ല, വെറുതെ ആൾക്കാർ പറയണതാണ് സ്കാൻ ചെയ്ത പ്രശ്നമാണ് നോക്കുക. അതല്ല ഡോക്ടറെ, പൈസയുടെ പ്രശ്നമുണ്ടല്ലോ ഞങ്ങൾക്ക്. പൈസയുടെ പ്രശ്നമുണ്ടോ? അതെ അതെ, ഇതിപ്പോ ഇന്ന് ഈ ടെസ്റ്റ് ഒന്നും ചെയ്യാനുള്ള കാശ് ഞങ്ങൾ കരുതിയിട്ടില്ല. പക്ഷെ നിങ്ങളെ കാട്ടാ തോന്നില്ല, നല്ല കാശുള്ള മാതിരി തോന്നുന്നത്. വെറുതെ ഒന്ന് വന്ന് ഡോക്ടറെ കണ്ടിട്ട് പോകുന്ന ടെസ്റ്റ് ഞങ്ങൾ നാളെ ഒന്ന് ചെയ്യാം. എന്നെ ഇപ്പൊ വെറുതെ വീട്ടിൽ വന്ന് കണ്ടാൽ മതിയായിരുന്നു. ഇത്രയും ദൂരം നടക്കണ്ടായിരുന്നില്ല ഈ ഗർഭിണിയായ കുട്ടീനെ കൊണ്ട്. അപ്പൊ അത് ശരി, നാളെങ്കിൽ നാളെ. അപ്പൊ നാളെ കാശിന് പ്രശ്നമില്ലല്ലോ. എന്ത് പ്രശ്നം? പണ്ടല്ലേ പ്രശ്നമുള്ളൂ. അല്ല, പൈസ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. എന്നാലും ഡോക്ടറെ, നമുക്കിപ്പോ ഇവിടെ ഈ ഒരു ഡെലിവറി നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഒരു ഉദ്ദേശം എത്ര രൂപ ചെലവ് വരും? അല്ല, അതിപ്പോ നാട്ടു നടപ്പ് പോലെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിപ്പോ പ്രസവം എന്നൊക്കെ പറയുമ്പോ 1-2 ലക്ഷം ഉറുപ്പ്യ കാണേണ്ട വരുന്നത്. എന്താണ് വെറുതെ നമുക്കൊരു കുട്ടീനെ കിട്ടുകയല്ലേ, നല്ല രീതിയിൽ ആവണ്ടേ. ഇപ്പൊ ഇത് നോർമൽ പ്രസവമാണെങ്കിൽ നമുക്ക് 1 ഉറുപ്പ്യയിലൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നിർത്താം നമുക്ക്. ഞാൻ എന്തായാലും ഒരു ലോൺ അപ്ലൈ ചെയ്യുന്നുണ്ട് ഓഫീസിൽ. ശരി ശരി, ആയിക്കോട്ടെ. ഞങ്ങൾ നാളെ വന്നോളാം ഡോക്ടർ. ആയിക്കോട്ടെ. സന്തോഷം. സമാധാനമായ ഇനി സർക്കാർ ആശുപത്രിയിലോട്ട് പോവാമോ? വാങ്ങോട്ടെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹെൽത്തിയാണ്. പിന്നെ ഈ മോർണിംഗ് സിക്നസ് പോലെയുള്ള തലകറക്കം, അതുപോലെ ഛർദി അങ്ങനെയൊക്കെ വന്നേക്കാം. ക്ഷീണുണ്ട് രാവിലെ. ക്ഷീണമൊന്നും കാര്യമില്ല. നീ അതൊക്കെ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. വെള്ളം കുടിപ്പിക്കേ. ഞാൻ കുടിപ്പിക്കാം, എന്നെ കുറെ വെള്ളം കുടിപ്പിച്ച ഡോക്ടർ. അല്ല ഡോക്ടർ, ഞാൻ ഇനിയിപ്പോഴേ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഗ്യാസ് ഫോം ചെയ്യണ പോലെ ഇടയ്ക്ക് തോന്നുന്നുണ്ട്. അത് ഒരു കാര്യം ചെയ്യണം. സാധാരണ നമ്മളിപ്പോൾ ഒരു 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഇടനേരത്ത് കൂടെ കഴിക്കുക. അങ്ങനെ ഒരു 6 നേരമൊക്കെ ആയിട്ട് നമുക്ക് കുറേശ്ശെ കഴിക്കാം. കണ്ടമാനം വാരി വലിച്ച് കഴിക്കരുത്. ഈ പപ്പായ കഴിക്കുന്നത് കുഴപ്പമുണ്ടോ ഡോക്ടറെ? പപ്പായ ഇഷ്ടമാണോ? ഞങ്ങളുടെ വീട്ടിൽ ഒരു പപ്പമരമുണ്ട്. അപ്പൊ തോരൻ വെക്കണതൊക്കെ എന്നും മിക്കാറാവുള്ള അതൊക്കെയാണ് തോരനും മതി ഇതൊക്കെ വെക്കണത്. പപ്പായ കഴിക്കണ്ട. വേറെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിന് കഴിച്ചാൽ. ഡോക്ടറെ, ഈ എൻ്റെ അളിയൻ ദുബായിലുണ്ട്. അപ്പം അവൻ വിളിച്ചപ്പോൾ കുങ്കുമപ്പൂ കൊടുത്തു വിടട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അത് കഴിക്കുന്നത് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഡോക്ടർ? അത് കഴിച്ചതുകൊണ്ട് ഈ കുഞ്ഞിന് വെളുക്കൂന്ന് പറഞ്ഞു. കുഞ്ഞെന്താ വെളുക്കണോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കുഞ്ഞ് കറുത്ത എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഞാൻ കറുപ്പാണല്ലോ. അതിനങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയൊന്നുമില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാ കേട്ടാ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞിന്റെ വളർച്ചയ്ക്ക്
ഫോളിക് ആസിഡാണ് വേണ്ടത്. അത് നമ്മുടെ എല്ലാ വീടുകളിലും കാണും. മുരിങ്ങയൊക്കെ ഉണ്ടോ വീട്ടില്? ആ മുരിങ്ങ, ചീര, അതുപോലെ നേരത്തെ പറഞ്ഞ മറ്റേ ഈത്തപ്പഴം, അതിനകത്തൊക്കെ ധാരാളം ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. വെജാണോ നോൺ വെജാണോ? എല്ലാം കഴിക്കും. എല്ലാം കഴിക്കും. അപ്പൊ കുഴപ്പമില്ല. വെജാണെങ്കിൽ മറ്റേ ഈ ചെറുപയറൊക്കെ നന്നായിട്ട് കഴിക്കാം. നോൺ വെജ് ആണെങ്കിൽ പിന്നെ ഈ മുട്ടയുടെ വെള്ള, പുഴുങ്ങിയിട്ടുള്ള മുട്ടയുടെ വെള്ള കഴിക്കാം. പിന്നെ മീറ്റൊക്കെ കഴിക്കാം. തെറാപ്യൂട്ടിക് ഫുഡ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ അംഗൻവാടി വഴി അത് കിട്ടും. അതിപ്പോ വിളർച്ചുള്ള ആളുകൾ, പിന്നെ ക്ഷീണം തോന്നുന്ന ആളുകൾ, അവർക്കൊക്കെയാണ് അത് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുക. പക്ഷെ അത് വാങ്ങി കഴിക്കുന്നത് നല്ലതാ. പിന്നെ റോ ഫുഡുണ്ട്, അതൊക്കെ അവിടുന്ന് കിട്ടും. ഫ്രീ ആയിട്ട് തരും. അത് ഫ്രീ ആയിട്ട് കിട്ടും. എല്ലാ അംഗനവാടിയിൽ നിന്നും അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഗർഭിണികൾക്ക്. അതൊക്കെ വാങ്ങി കഴിക്കണം. നല്ല ഫുഡാണ് അതൊക്കെ. ഇനി നിങ്ങൾ ഭർത്താവിനോട് വേറൊരു കാര്യം പറയാനുണ്ട്. ഭർത്താവ് ഭാര്യയുടെ കൂടെ ദിവസത്തിൽ 1 മണിക്കൂർ നേരം സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട് കൂടെ ഇരിക്കണം. അയ്യോ, അതൊക്കെ ഉണ്ട് ഡോക്ടറെ. ഞാൻ അവളോട് ഒന്നല്ല ഒരുപാട് സമയം സംസാരിക്കാറുണ്ട്. പക്ഷെ വഴക്കാന്നേ ഉള്ളൂ. അത് പാടില്ല കേട്ടാ. അത് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് നല്ലതാ. സ്നേഹത്തോടു കൂടി ഭാര്യയോട് സംസാരിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കുന്നത്. അതൊക്കെ ചെയ്യാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 2-3 ടെസ്റ്റുകൾ ഉണ്ട്, അതൊക്കെ അങ്ങ് ചെയ്യാം. ഞാൻ എഴുതിത്തരാം കേട്ടാ. ഇപ്പൊ നിന്റെ മരമണ്ഡം ധാരണയൊക്കെ മാറിയല്ല, മരമണ്ടോതിരി. ഡോക്ടറെ കണ്ട ടെസ്റ്റ് ആദ്യമായിട്ടാ? അതെ, ആദ്യമായിട്ടാ ഗർഭിണിയാണ്. ഫസ്റ്റാ. അല്ല, അതല്ല, ഈ ഹോസ്പിറ്റലിൽ വരുന്ന ആദ്യമായിട്ടാണ്. രണ്ടും ആദ്യമായിട്ടാ. അല്ല, ഞാൻ നിങ്ങളിവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ടാ ചോദിച്ചേ. ഇതിലേ കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പൊ അത് പൈസ ഒന്നും ചിലവാവില്ലല്ലോ, ഫ്രീ അല്ലേ എല്ലാം? അല്ല, അത് ഇപ്പോൾ നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു തുകയൊക്കെ നമ്മൾ ഈടാക്കും. ചെറുതല്ലേ? പിന്നെ അത് BPL കാർഡാണെങ്കിൽ വേണ്ട, ഫ്രീയാ. നമ്മൾ BPL അല്ല, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വാർഡ് കൗൺസിലർ ഒരു ലെറ്റർ കിട്ടിയാൽ മതി, അപ്പോഴും നമുക്ക് പൈസ വേണ്ട. ഇതിനു മുമ്പ് ഒരു പ്രൈവറ്റ് ആശുപത്രി പോയായിരുന്നു. അവിടുന്ന് കുറെ സ്കാനിങ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ചെയ്യണോ? അങ്ങനെ എല്ലാം വേണ്ട, പക്ഷെ എന്നാലും ചില സ്കാനിങ് ഒക്കെ ചെയ്യണം. ഇപ്പം ഇതിപ്പോൾ റെഗുലർ പ്രഗ്നൻസി ആണോ, ട്യൂബുലർ പ്രഗ്നൻസി ആണോ, ഇനിയിപ്പോൾ കൊച്ചു സ്ഥാനം തെറ്റിയാണോ കിടക്കുന്നത്, അതിലിപ്പോൾ കൊച്ചിന് വല്ല വൈകല്യം ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ സ്കാനിങ് ചെയ്യണം. അതിനുവേണ്ടിയൊക്കെ ചെയ്താൽ മതിയല്ലേ? അതിനുവേണ്ടി നമ്മൾ ചെന്ന പ്രൈവറ്റ് ആശുപത്രിയിൽ ഇന്ന് തന്നെ നാളെ സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞതാ. അതിപ്പോൾ അവർ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് അല്ലേ, കാശ് ചെലവും കാശ് വേണം. പക്ഷെ നമ്മൾ ഈ സർക്കാർ സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് ഉത്തരവാദിത്വത്തോടെ നമ്മുടെ കർമ്മം നിർവഹിക്കുക, അത്രേ ഉള്ളൂ. അല്ല, നമ്മൾ ആ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ ഒരു നേഴ്സ് ഞങ്ങളോട് പറഞ്ഞു അവിടെ തന്നെ ചെന്ന് കുത്തിവെക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? അതെപ്പോഴും നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യാൻ പാടും. അതെന്താ പറയുക, അത് ഞാൻ പറഞ്ഞല്ലോ, പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ കാശിന് വേണ്ടിയിട്ടാണ് ചെയ്യണം. അപ്പോൾ ഈ കുത്തിവെപ്പൊക്കെ നമുക്ക് തരുന്ന മരുന്നുണ്ടല്ലോ, ഈ മരുന്ന് നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത സമയമുണ്ട്. അതിന്റെ ബാക്കി മരുന്ന് ആ സമയത്തിന്റെ ഉള്ളിൽ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അത് പാഴായി പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ഒരാൾക്ക് കുത്തി വെച്ചിട്ട് വേറൊരാൾ വന്നില്ലെങ്കിൽ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കളയും. നമ്മൾ കളയും. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ കാശിന് വേണ്ടിയിട്ടാണ്, അവർ കാശ് കൊടുത്ത് മേടിച്ചാണല്ലോ. അവരിത് പൊട്ടിച്ച് ഒരാൾക്ക് ഉപയോഗിച്ചിട്ട് സമയം കഴിഞ്ഞിട്ടും ആള് വന്നില്ലെങ്കിൽ ഇത് കളയില്ല, അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അടുത്ത ആളിന് കൊടുക്കും. അല്ല, അപ്പൊ അത് കേടല്ലേ? അതൊക്കെയാണ് കേടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കുത്തിവെപ്പുകളൊക്കെ നമ്മൾ എപ്പോഴും സർക്കാർ ഹോസ്പിറ്റലിൽ വന്നുമാണ്. ഇതാണ് സർക്കാർ ആശുപത്രി. എന്തൊക്കെ വന്നാലും സർക്കാർ ആശുപത്രി തന്നെ. പക്ഷെ ചില കഴുതകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ടത് കേട്ടാ.